നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒക്ടോബർ മാസത്തിലെ പെൻഷനായ 1600 രൂപയുടെ വിതരണം തുടങ്ങുകയാണ്. അതുപോലെ തന്നെ പെൻഷനിൽ നിന്നും ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ പുറത്തായിട്ടുണ്ട്. എന്നു മുതലാണ് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ലഭിക്കുക? അതുപോലെ തന്നെ പെൻഷന് പുറത്തായവരുടെ ലിസ്റ്റ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലെ പെൻഷനായ 1600 രൂപ നമുക്ക് എന്ന് ലഭിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ പെൻഷൻ എല്ലാ മാസവും 25-ാം തീയതിക്ക് തന്നെ പെൻഷൻ പണം എത്താറുണ്ട്. ഏകദേശം ഇപ്പോൾ 1.5 വർഷത്തോളമായി തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കാനുണ്ട്. അതിനു മുമ്പുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ പല ആളുകൾക്കും 1600 രൂപയും 1600 രൂപയും കൂടി 3200 രൂപ ലഭിക്കാനുള്ളത്. അടുത്ത മാസത്തെ പെൻഷൻ്റെ ഒപ്പം ഈ ഒരു 1600 രൂപ കൂടെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും ഈ മാസം 25-ാം തീയതിയോ 26-ാം തീയതിയോ നമുക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം പെൻഷൻ മസ്റ്ററിങ് അവസാനിച്ചു. ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ 85% ആളുകൾ മരണപ്പെട്ടിട്ടാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത്. ബാക്കി 15% ആളുകൾ മസ്റ്ററിങ്ങിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഇത് കാര്യമായി കരുത്തിലെടുക്കാത്തത് കൊണ്ടാണ്. ഏതായാലും അവർക്ക് ഈ മാസം മുതൽ പെൻഷൻ തടസ്സപ്പെടും. ഈ 1 ലക്ഷത്തോളം ആളുകൾക്കും ഇനി പെൻഷൻ ലഭിക്കുകയില്ല. അവർക്ക് അടുത്ത ഘട്ടത്തിൽ ഇനി എന്നാണ് മസ്റ്ററിങ്ങിന് സമയമുണ്ടായിരിക്കുക, ആ ഘട്ടത്തിൽ അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻഷൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ഈ ഒരു മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ചെയ്ത മസ്റ്ററിങ് ക്ലിയർ ആകാത്തത് കൊണ്ടോ പെൻഷൻ പുറത്തായിട്ടുണ്ടോ എന്നും അറിയാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അറിയാം. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ വാർഡ് മെമ്പറെയോ വീട്ടിലെ മറ്റംഗങ്ങളുടെ സഹായം തേടി ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുക, പ്രത്യേകം ചെക്ക് ചെയ്യുക. ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ മസ്റ്ററിങ് മാത്രമല്ല, നമ്മുടെ പെൻഷൻ മറ്റ് കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ എന്തെങ്കിലും രൂപത്തിലുള്ള തടസ്സങ്ങളുണ്ടോ, നമുക്ക് ഏത് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ ലഭിച്ചത്, ഇനി ലഭിക്കാനുള്ളത്, എന്നിങ്ങനെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. ഇതുപോലത്തെ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.